ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് അറിയോ? നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൺജക്ഷൻസ്, പ്രിപ്പോസിഷൻസ്, അതുപോലെ തന്നെ നമ്മൾ ഓക്സിലറി, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രാമറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ കൺജക്ഷൻസൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് കൺജക്ഷൻസ് നമ്മൾ പല രീതിയിലും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ട വേർഡ്സുകളാണ്, അതായത് നമ്മൾ ആർട്ടിക്കിൾസ് വേർഡ്സ് എന്ന് പറയും. ഏതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ വേർഡ്സുകൾ? എ, ആൻഡ്, ദ, ഈ മൂന്ന് വേർഡ്സുകളുമാണ് നമ്മുടെ ആർട്ടിക്കിൾസ് വേർഡ്സുകൾ. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകളിൽ കാണപ്പെടുന്നതും ഒഴിവാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള വേർഡ്സുകളാണ് ആർട്ടിക്കിൾസ് വേർഡ്സുകൾ എന്ന് പറയുന്നത് അല്ലേ? ദയും ആനും എയും ഇല്ലാത്ത ഒരു സെൻറ്റൻസുകളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് സെൻറ്റൻസ് അതുമായി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഇഷ്ടപ്പെടുന്ന സമയത്തൊന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്തേക്കുക. നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് വേർഡ്സ് എന്ന് പറയുന്നത് എയും ആനും ദായുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയും ആനുമാണ്. ഈ എ, ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യാറല്ലേ? രണ്ടും ഒരേ മീനിങ് ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു എന്നാണ്, ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു എന്നാണ്. പിന്നെ എന്താ ഇവ തമ്മിൽ വ്യത്യാസം? അതാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ട് വിഭാഗമായി നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ളതാണ് എയും ആനും. ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആനും എയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ വൊവൽസിൻ്റെ കൂടെയാണ് നമ്മൾ ആൻ എന്ന് യൂസ് ചെയ്യുന്നത്. അതല്ലാത്ത അക്ഷരങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് എ എന്ന് യൂസ് ചെയ്യും. നമ്മളിപ്പോൾ വൊവൽസ് അക്ഷരങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ സൗണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ആൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ ടീച്ചർ, ഒരു ടീച്ചർ. എ സ്റ്റുഡൻറ്റ്, ഒരു വിദ്യാർത്ഥി. എ കാർ, ഒരു കാർ. എ ബോൾ, ഒരു ബോൾ. ഇവിടെയൊക്കെ ബി, എ, എസ് എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. ചില സിറ്റുവേഷനിലെ വൊവൽസ് അക്ഷരത്തിൻ്റെ കൂടെ എ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മലയാള സൗണ്ടിൽ സ്വരാക്ഷരത്തിൽ ആ ഇ ഈ ഒ എ ഒ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ആൻ എന്ന് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ വൊവൽ സൗണ്ടിൻ്റെ കൂടെയാണ് ആൻ എന്ന് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എലിഫൻറ്റ് എന്ന് പറയുമ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇ ആണ് വന്നിട്ടുള്ളത്, ആൻ എലിഫൻറ്റ്. പക്ഷേ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് എ എന്നാണ്, കെ. ആൻ ഓറഞ്ച്, ഓ ആണ് വന്നിട്ടുള്ളത്, ആൻ ഓറഞ്ച്. അതുപോലെ തന്നെ ആൻ ആപ്പിൾ, ആപ്പിളിനും ആ ആണ് വന്നിട്ടുള്ളത്, ഏപ്പിൾ എന്നല്ല വന്നിട്ടുള്ളത്. അപ്പം ആൻ ആപ്പിൾ. അതുപോലെ ആൻ അംബർല, അംബർലൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? യു എന്നല്ലേ? അംബർല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അവിടെയും നമ്മൾ ആൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ചില സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പം യൂണിയൻ എന്ന് പറയുമ്പം നമ്മളവിടെ എ യൂണിയൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ആൻ യൂണിയൻ എന്നല്ല. ഈ യു എന്ന് പറയുന്നത് നമ്മുടെ വൊവൽസ് അക്ഷരമല്ലേ? പക്ഷേ നമ്മളവിടെ പ്രൊണൗൺസ് ചെയ്യുന്നത് യൂണിയൻ എന്നാണ്, ഊണിയൻ എന്നല്ല. അപ്പം നമ്മളവിടെ സ്വരാക്ഷരത്തിൽ അല്ലെങ്കിൽ വൊവൽസിൽ ആ സൗണ്ടിൽ നമ്മൾ യു എന്നില്ലല്ലോ, ഉ എന്നാണ് ഉള്ളത്. അപ്പം നമ്മൾ പറയുന്നത് യൂണിയൻ എന്നാണ്. അപ്പം അങ്ങനെയുള്ള സൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ പറയാറുണ്ട് എക്സാം അല്ലേ? ആൻ എക്സാം, എ എന്നാണ് പറയുന്നത്. അവിടുത്തെ അക്ഷരത്തിൻ്റെ എന്താണ് സൗണ്ട് എന്താ വന്നിട്ടുള്ളത്? എ എന്നാണ്. അപ്പം നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് എ എക്സാം എന്നല്ലല്ലോ, ആൻ എക്സാം. അപ്പം അങ്ങനെയുള്ള സൗണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ആൻ എന്ന് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വൊവൽസ് അക്ഷരങ്ങൾ നോക്കാതെ അതിൻ്റെ സൗണ്ടുകൾ ആ ഇ ഉ എ എന്നൊക്കെ പറയുന്ന ആ ഒരു സൗണ്ടിൻ്റെ കൂടെ നമ്മൾ ആൻ എന്ന് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതല്ലാത്ത എല്ലാ അക്ഷരത്തിൻ്റെ കൂടെയും വൊവൽസ് അല്ല ആ സൗണ്ട് അല്ലാത്ത അക്ഷരത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് എ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഈ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എ ടീച്ചർ, എ സ്റ്റുഡൻറ്റ്, എ കാർ, എ ബസ്, ഇതൊക്കെ നമുക്ക് എ യൂസ് ചെയ്തുകൊണ്ട് പറയാം. ആൻ എക്സാം, ആൻ അംബർല, ആൻ അവർ, ആൻ അമേരിക്കൻ,
ആൻ ഇന്ത്യൻ ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെ കൂടെയും നമ്മൾ ആൻ എന്ന് യൂസ് ചെയ്യുക. അപ്പം ഈ ആർട്ടിക്കിൾസ് വേർഡ്സായ എയും ആനും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും സെൻറ്റൻസുകളിൽ കാണാറുള്ളതാണ്. രണ്ടിൻ്റെയും മീനിങ് ഒരു ആണ്, പക്ഷേ അത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഡിഫറൻസ് ആണ്. അത് ക്ലിയർ ആയല്ലോ? സംശയങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ ദ എവിടെ യൂസ് ചെയ്യാം, ദ എവിടെ യൂസ് ചെയ്യരുത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക കേട്ടോ. താങ്ക് യു.